സ്കൂളിൽ നട്ടുവളർത്തിയ പച്ചക്കറി മോഷണം പോയതോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLP സ്കൂളിലാണ് സംഭവം. മന്ത്രി വി ശിവൻകുട്ടി പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇവിടെയാണ് നമ്മുടെ പച്ചക്കറി കോളിഫ്ലവർ തോട്ടം. ഇന്നലെ വന്നപ്പോഴാണ് ഇവിടെ ഒന്നും കാണാതായത്. ഇവിടെയൊക്കെ എല്ലാം പറിച്ചെടുത്തുകൊണ്ടാണ് പോയത്. ഇന്നലെയായിരുന്നു തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLP സ്കൂളിലെ കുരുന്നുകൾ സ്കൂൾ വളപ്പിൽ നട്ടുനനച്ചു വളർത്തിയ 30ഓളം കോളിഫ്ലവറുകൾ കാണാതായത്. ഉടൻ തന്നെ കുട്ടികൾ മന്ത്രി അപ്പൂപ്പന് പരാതി നൽകി. ഞങ്ങൾ തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLPSലെ കുട്ടികളാണ്. മന്ത്രി അപ്പൂപ്പൻ നമ്മുടെ സ്കൂളിൽ വന്നതല്ലേ? സ്കൂളിലെ കൃഷിത്തോട്ടം നമ്മളും ടീച്ചർമാരും PTAയും നന്നായി നോക്കി നടത്തുന്നത് അഭിനന്ദിച്ചതല്ലേ? ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറി സ്കൂളിൽ നിന്നും കിട്ടുന്നില്ല. ആരൊക്കെയോ സ്കൂൾ പരിസരത്ത് ആളില്ലാ നേരത്ത് കയറി പച്ചക്കറി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 5 കോളിഫ്ലവർ നഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ 5 കോളിഫ്ലവർ അല്ലേ, അതൊരു വലിയ വിഷയമാക്കണ്ടെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്കാണ് മുഴുവൻ പോയത്. ഒന്നുപോലും ഒരു ചെറിയ കോളിഫ്ലവർ ഒഴിച്ച് ബാക്കി എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം ചേർന്ന് ബീട്രൂട്ട് എടുത്തിട്ടില്ല. പക്ഷെ വഴുതനയും കുറേ പോയിട്ടുണ്ട്. പച്ചമുളകും ബീട്രൂട്ടും മാത്രം അവിടെ നിൽക്കുന്നു, ബാക്കിയെല്ലാം പോയി. ഇന്നലെ 18 കോളിഫ്ലവർ മോഷണം പോയി. ഇന്ന് ഇത് 2ാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് വലിയ സങ്കടമുണ്ട്. ശിവൻകുട്ടി അപ്പൂപ്പൻ ഈ വിഷയം ഗൗരവത്തോടെ കാണണം. പച്ചക്കറിത്തോട്ടം നമ്മുടെ സ്കൂളിൻ്റെ സൗന്ദര്യമാണ്. കള്ളന്മാർ ഞങ്ങളുടെ സ്കൂളിൽ കയറാതെ നോക്കുവാൻ പോലീസ് മാമന്മാരോട് പറയണം. കള്ളനെ കണ്ടുപിടിക്കാൻ സ്കൂളിൽ CCTV നൽകണം. ഇതെല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആരും ഇങ്ങനെ ചെയ്യല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതാണ്. നമ്മളെ ഒന്നും പറിക്കരുതേ. ക്യാമറമാൻ MG മഞ്ജുഷനോടൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.